എന്റെ പേര് ഹസ്ന ബാബു. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ എൻട്രൻസ് ടെസ്റ്റ്, പിന്നെ CUET, HSEE ഇത്ര എക്സാംസിന് വേണ്ടിയാണ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചത്. ഇതുവരെ വന്ന റിസൾട്ടില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ഓൾ ഇന്ത്യ റാങ്ക് 15 കൂടിയും ജിപ്മാറ്റില് IIM ജമ്മുവിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ഇൻഡോറിന്റെ ഞാൻ ക്രാക്ക് ചെയ്തിട്ടില്ല. HSEയുടെ റിസൾട്ട് വരാനുണ്ട്. എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അതായത് IPMAT, ഇൻഡോർ, ജിപ്മാറ്റ് തുടങ്ങിയ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടി എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയില് എങ്ങനായിരുന്നു എന്നതിൽ കൂടുതൽ എന്റെ മിസ്റ്റേക്സ് ആയിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയുക. കാരണം ഇൻഡോറിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് IPMനെ കുറിച്ചൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുമില്ല. ഞാൻ +1 +2 ടൈമില് ഇതിനു വേണ്ടി ഏത് എൻട്രൻസ് എക്സാം ചൂസ് ചെയ്യാം, പഠിക്കാം ഇങ്ങനെ നോക്കിയപ്പം IPM ഒന്നും ആദ്യം കണ്ടില്ല. ഞങ്ങളുടെ ബോർഡ് എക്സാമിനോട് അടുക്കുമ്പോഴാണ് ഞാൻ IPMനെ കുറിച്ച് അറിയുന്നത്. അതിന്റെ സിലബസില് ഞാൻ നോക്കിയപ്പം ഇൻഡോറിന്റെ ആണ് ആദ്യം ഞാൻ കാണുന്നത്. അപ്പം ക്വാൺസും വെർബൽ എബിലിറ്റി, ക്വാൺസും മാത്തമാറ്റിക്സ് സെക്ഷനും വെർബൽ എബിലിറ്റി ഇംഗ്ലീഷും, ഇത് രണ്ടുമാണ് കണ്ടത്. അപ്പം എനിക്ക് വലിയ പാടായിട്ട് സിലബസ് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയില്ല. റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ്, ടൈം ഓഫ് വർക്ക്, സ്പീഡ് അങ്ങനെയൊക്കെ തോന്നിയപ്പം എക്സാമിന് കുറച്ച് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്താൽ മതിയാവും എന്നൊരു തോന്നലുണ്ടായി. പിന്നെ 10th ഒരു ICSE ബാക്ക്ഗ്രൗണ്ട് ആയത് കാരണം ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലായിരിക്കും എന്നൊരു തോന്നലിലാണ് നിന്നത്. അതുപോലെ CUET പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. CUET പ്രിപ്പറേഷന് വേണ്ടിയാണ് ഞാൻ ബോർഡ് എക്സാമിന്റെ പ്രാക്ടിക്കൽ ഒരു സമയത്താണ് ഞാൻ Prepwiseലെ ഫുൾ പാക്കേജിൽ ജോയിൻ ചെയ്യുന്നത്. അതിലൂടെ ഞാൻ അതിൽ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും എക്കണോമിക്സ് ഡൊമെയിനുമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ആദ്യത്തെ കുറച്ച് നാൾ ഞാൻ ഈ എക്കണോമിക്സ് ഡൊമെയിനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എക്സാം, അതായത് IPMAT ഇൻഡോറിന് 1 മാസം മുമ്പ് ഞാൻ ഇതിനു വേണ്ടി തുടങ്ങാം എന്നോർത്ത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ ജിപ്മാറ്റിന്റെ ഇത് കാണുകയും ജിപ്മാറ്റിന് ഞാൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇൻഡോറിന് കൂടെയുള്ള യോത്തക്കിന് ഞാൻ രജിസ്റ്റർ ചെയ്തില്ല. കാരണം ഇതിന് രണ്ടിനും അത്യാവശ്യം നല്ല ഫീസ് ഉണ്ടായിരുന്നു. 3 സെപ്പറേറ്റ് എക്സാം ആയതുകൊണ്ട് ഏതെങ്കിലും ഇതിന് കിട്ടുമെന്നൊരു ഉറപ്പൊന്നും ആ സമയത്തില്ല. ലിമിറ്റഡ് സീറ്റ് ആണ്, അത്യാവശ്യം പഠിക്കാനും ഉണ്ട്. അപ്പം ഞാൻ ഇൻഡോറിന് മാത്രമേ, രോത്തക്കിന് ഞാൻ രജിസ്റ്റർ ചെയ്തില്ല. പിന്നെ ജിപ്മാറ്റുമാണ് ചെയ്തത്. അങ്ങനെ ഇൻഡോറിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നത് എക്സാമിനൊരു 3 ആഴ്ച മുമ്പാണ് ശരിക്കും ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ റെഫർ ചെയ്തത് യൂട്യൂബ് വീഡിയോസ് ആണ് കൂടുതലും. ഒത്തിരി പ്രിപ്പറേഷൻ ചാനൽസ് ഉണ്ടായിരുന്നു. അവസാന സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ ട്രിക്സും ടിപ്സും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. അവരുടെ കൂടെ അവർ ചെയ്യുന്ന പ്രോബ്ലംസിലൂടെ പോകാനാണ് ഞാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നിയത് വർക്ക്ഔട്ട് ചെയ്തപ്പം ക്വസ്റ്റ്യൻസിന്റെ ലെവലൊക്കെ ഒത്തിരി ഹൈ ആണ്. നമ്മൾ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല എന്ന് ഇൻഡോറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ക്വാൺസിൽ ഞാൻ വർക്ക് ചെയ്തു. ഓൾമോസ്റ്റ് ഞാൻ നന്നായി വർക്ക് ചെയ്തത് ക്വാൺസിലാണ്. ഞാൻ വെർബൽ എബിലിറ്റിയിൽ അവസാനത്തെ ആഴ്ചയാണ് ഞാൻ വെർബൽ എബിലിറ്റി തുറക്കുന്നത്. അങ്ങനെ ക്വാൺസിൽ ഒക്കെ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഇവരെല്ലാം ഹിന്ദി പറയുന്ന കാരണം ഹിന്ദിയിൽ അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ബേസിക് സാധനം കിട്ടണമെന്ന് തോന്നി. അങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് ജനറൽ ടെസ്റ്റ്, അതായത് നമ്മുടെ CUETയില് ജനറൽ ടെസ്റ്റില് ഇതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഒരു സെക്ഷൻ ഉണ്ടല്ലോ. അപ്പം അതില് ഉള്ള പോർഷൻസ് ഒക്കെ ഒത്തിരി ഇതിലും ഉണ്ട്. CUETയില് ബേസിക്സ് ആണെങ്കിൽ IPMATല് കുറച്ചുകൂടി ഹൈ ലെവലാണ്. അപ്പം ഞാൻ ഈ Prepwiseലെ വാല്യൂ ആഡഡ് നോട്ട് എടുത്ത് അതിലെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പഴയതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് യൂട്യൂബിലെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലേക്ക് ക്ലാസ്സസ് കണ്ടും കേട്ടും അത് വെച്ച് ചെയ്തു പഠിക്കുകയും ചെയ്താണ് ക്വാൺസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. പക്ഷെ വെർബൽ എബിലിറ്റി അവസാന ഒരാഴ്ച ഞാൻ വർക്ക്ഔട്ട് ചെയ്തുള്ളൂ. അതൊരു ഡ്രോബാക്ക് ആയിരുന്നു. വെർബൽ എബിലിറ്റിക്ക് ഈ പ്രാവശ്യം ഇൻഡോറിൽ ഒത്തിരി വെയിറ്റേജ് വന്നു. എനിക്ക് തോന്നുന്നു 40 മിനിറ്റിൽ 45 ക്വസ്റ്റ്യൻ വെർബൽ എബിലിറ്റിയിൽ ചെയ്യേണ്ടി വന്നിരുന്നു. അത്യാവശ്യം നല്ല വൊക്കാബുലറി ഉള്ള പാസേജുകളായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അവിടെയാണ് എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സ്ഥലം. ക്വാൺസ് ഒത്തിരി കട്ട് ഓഫിന് മണ്ടേ മാർക്ക് വരികയും ചെയ്തു.
അങ്ങനെ എനിക്ക് ഇൻഡോർ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഡോറിന്റെ എക്സാം ജൂലൈ 2 കോഴിക്കോട് വെച്ചായിരുന്നു. പിറ്റേ ദിവസം ജൂലൈ 3 ജിപ്മാറ്റ് എക്സാം കൊച്ചിയിൽ വെച്ചായിരുന്നു. കൊച്ചിയിൽ വന്നപ്പം ഈ ജിപ്മാറ്റിന്റെ എക്സാമിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് എന്നൊരു പാർട്ട് കൂടി ജിപ്മാറ്റിലുണ്ട്, ഇൻഡോറിലില്ല. പിന്നെ ഡിഫിക്കൽറ്റി ലെവൽ കമ്പാരിറ്റീവ്ലി ഒത്തിരി കുറവാണ്. മറ്റേന് പഠിക്കുമ്പോൾ നമുക്ക് ജിപ്മാറ്റിന്റെ ഡിഫിക്കൽറ്റി ലെവല് ഒത്തിരി ചെറുതായിട്ട് തോന്നും. കുറച്ചുകൂടി ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു. അപ്പൊ എനിക്ക് എക്സാം കുറച്ചുകൂടി എളുപ്പമായി. മറ്റേനോണ്ട് പ്രിപ്പയർ ചെയ്തു എന്ന് ഞാൻ ശരിക്കും ലോജിക്കൽ റീസണിങ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ കുറച്ചായിരുന്നു. ജസ്റ്റ് നമ്മുടെ പ്രെപ്വൈസിലെ വാല്യൂ ആഡഡ് നോട്ട് നോക്കും. പിന്നെ ഈ ബാങ്ക് എക്സാംസിനൊക്കെ ആയിട്ട് യൂട്യൂബിൽ വരുന്ന ഈ ക്ലാസ്സസ്, ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ ഒത്തിരി പാട്ടുള്ള ക്ലാസ്സുകൾ, ട്രിക്സ് മാത്രം നോക്കുകയും കേൾക്കുകയും ചെയ്താണ് ഞാൻ ലോജിക്കൽ റീസണിങ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അത് മൂന്നും ജിപ്മാറ്റ് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എളുപ്പമായി തോന്നി. അങ്ങനെയാണ് ജിപ്മാറ്റ് ക്രാക്ക് ചെയ്യുന്നതും. എനിക്ക് NCOBC കാറ്റഗറി ഹോൾഡ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു അഡ്മിഷൻ കിട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്ത് വരാൻ. അങ്ങനെ IIM ജമ്മുവിൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്നു. ക്ലാസ് സെപ്റ്റംബർ 5 തൊട്ടാണ് തുടങ്ങുന്നതാണ് ഇപ്പം ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അതായത് 4-ാം തീയതി ഹോസ്റ്റൽ അലോട്ട് ചെയ്ത് സെപ്റ്റംബർ 5 ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുക. എത്ര ദിവസം ഓറിയന്റേഷൻ ഉണ്ടെന്നോ അതായത് ക്ലാസ് ആയിട്ട് തുടങ്ങുന്നത് എന്നാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് തോന്നുന്നു 5 വർഷവും ജമ്മുവിൽ തന്നെ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നെങ്കിൽ ക്യാറ്റ് എഴുതാൻ പറ്റിയ ക്യാറ്റ് ക്ലിയർ ചെയ്ത് ഏതെങ്കിലും കുറച്ചുകൂടെ ഹൈ റാങ്കിങ്ങിലുള്ള IIMസിലേക്ക് വരാനോ, അല്ലെങ്കിൽ GMAT എഴുതി ഫോറിൻ MBA എടുക്കാനോ ആണ് തൽക്കാലം പ്ലാൻ ചെയ്യുന്നത്. എന്റെ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആവർത്തിക്കരുതെന്നുള്ളൂ. കാരണം ഞാൻ ക്വാൺസിനും വെർബൽ എബിലിറ്റിക്കും ഒരേ വെയിറ്റേജ് നൽകി, അല്ലെങ്കിൽ ഒരേപോലെ ഞാൻ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോയില്ല. ജസ്റ്റ് ക്വാൺസിന് ഒത്തിരി പ്രിഫറൻസ് കൊടുക്കുകയും വെർബൽ എബിലിറ്റിക്ക് അതേ പ്രിഫറൻസ് ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇൻഡോർ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പഠിക്കുമ്പോൾ എല്ലാ സെക്ഷനും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. കാരണം ഇൻഡോറിൽ നമുക്ക് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ തെളിയുമ്പോൾ മാത്രമേ ഇത്ര ക്വസ്റ്റ്യൻ ഒരു വെയിറ്റേജ് ഒരു സെക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പം കാരണം കഴിഞ്ഞ വർഷം വരെ ഈ 40 ക്വസ്റ്റ്യൻ ആയിരുന്നു മാക്സിമം ഇംഗ്ലീഷിന് വന്നതെങ്കിൽ ഈ വർഷം 45 ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ അടുത്ത വർഷം 45 വരുമോ 40 വരുമോ എന്ന് അവർ പറയാത്ത സ്ഥിതിക്ക് ഈക്വൽ വെയിറ്റേജ് എല്ലായിടത്തും കൊടുത്ത് പഠിക്കണം. പിന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർഫെക്റ്റ് രീതിയിൽ ചെയ്ത് വരുന്നതിൽ നല്ലത് എങ്ങനെ എളുപ്പം നമുക്ക് ഇത് ക്വസ്റ്റ്യൻ കൺസെപ്റ്റ് മനസ്സിലാക്കി എളുപ്പം എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്തെടുക്കാം, അതായിരിക്കും വേണ്ടത്. അല്ലാതെ ഒത്തിരി ഇക്വേഷൻസ് പഠിച്ചിട്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ജസ്റ്റ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നതായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കുക. പിന്നെ ഏതൊരു ആവറേജ് സ്റ്റുഡന്റിനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. കുറച്ച് വർക്ക് വേണം. മോർ ദാൻ ഹാർഡ് വർക്ക് ഒരു സ്മാർട്ട് വർക്ക് ആണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ.